ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഈ ചാനലിലെ 13ാമത്തെ വീഡിയോ ആണ്. പക്ഷേ എൻ്റെ സങ്കടം എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു വീഡിയോയും അധികം ആരും കണ്ടിട്ടില്ല. കൂടുതൽ വ്യൂസ് ഉള്ളത് ഇപ്പോഴത്തെ നിലവിൽ 28 വ്യൂസാണ് എൻ്റെ ഒരു വീഡിയോ കണ്ടത്. പിന്നെ ഷോർട്സൊക്കെ കുറച്ചുകൂടെ വ്യൂസൊക്കെ ഉണ്ട്, എന്നാലും വലുതായിട്ടൊന്നുമില്ല. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് 2 സബ്സ്ക്രൈബറിൽ നിൽക്കുകയാണ്. ഒരു സബ്സ്ക്രൈബർ പോലും കൂടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം എൻ്റെ കാര്യമായിരിക്കും. പിന്നെ എനിക്കൊന്ന് ഫേസ് കാണിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ കാണുമായിരിക്കും. ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, ചിലപ്പം അവർക്ക് എന്നുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ആരെയൊന്നും പറയുന്നില്ല. നമ്മളാണെങ്കിലും നമ്മളൊരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലല്ലേ നമ്മൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയോ കൂടുതൽ വാച്ച് ചെയ്യുകയൊക്കെ ചെയ്യത്തുള്ളൂ. പക്ഷേ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതല്ല, ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ആ ഒരു ചാനലിൽ നിന്ന് ഈ ഒരു ചാനൽ മറ്റുള്ളവരിലേക്ക് എത്താനും കുറച്ച് സമയം എടുക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ വലിയ വ്യൂസും വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും കിട്ടാത്തത്. എങ്കിലും എനിക്ക് യാതൊരു സങ്കടമില്ല. ഐ ആം ഹോപ്പ്ഫുൾ. എനിക്ക് പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും എൻ്റെ മുല്ലയും പൂക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ഈ ഒരു ചാനലും റീച്ചൊക്കെ ആവും. മനുഷ്യരുമായിട്ട് അവർക്ക് ആരെങ്കിലും എൻ്റെ ഒരു ചാനൽ കണ്ടിട്ട് എന്നെപ്പോലെ ചിന്തിക്കുന്ന ആരോടെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ സംസാരം കേൾക്കാനും അല്ലെങ്കിൽ അത് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും എൻ്റെ ഈ ചാനൽ എപ്പോഴെങ്കിലും വന്ന് കാണും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഓരോ വീഡിയോവും ഇടുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനും എന്നെ അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ ഞാൻ മുന്നിലത്തെ വീഡിയോസിൽ എൻ്റെ ഈ 2026 ഗോൾസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അതിൽ ആ ഗോൾസ് എന്ത് ചെയ്തോ, ഞാൻ ആ കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതുപോലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട് ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് ഇന്ന പോലെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യണം, വെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും അതേപോലെ ഇത്ര ദിവസത്തിനുള്ളിൽ അതേപോലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്ന് മടി എന്നതിനെക്കാട്ടിലുപരി നമ്മുടെ സാഹചര്യവും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അതും ഒരു സത്യമുള്ള കാര്യം തന്നെയാണ്. നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളുടെ മനസ്സുണ്ടെങ്കിലേ ചെയ്യും. നമ്മുടെ മനസ്സും അതോടൊപ്പം നമ്മളുടെ സാഹചര്യങ്ങളും നല്ലതാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതൊരു സത്യമാണ്. എന്തായാലും നമ്മൾ നമ്മുടെ പ്രതീക്ഷകൾ കൈവിടരുത്. നമുക്ക് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു നല്ല ജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മളുടെ ഒരു ഡ്രീം ലൈഫ് നമുക്ക് നേടാൻ പറ്റും, അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അതിലേക്ക് നമ്മളൊരു ചെറിയ കാൽവെപ്പ് എല്ലാം ഒരു കുഞ്ഞു സ്റ്റെപ്സുകൾ വെക്കുന്നത് ആ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് നേടാൻ വേണ്ടി നമ്മൾ കുഞ്ഞു സ്റ്റെപ്സ് വെക്കാതെ നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഒരു ഡ്രീം ലൈഫ് നമുക്ക് നേടണമെങ്കിൽ നമ്മൾ ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ എൻ്റെ ഒരു പ്രതീക്ഷയാണ്. എനിക്കൊരു നല്ല ലൈഫ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഫേസ് റിവീൽ ചെയ്താൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വ്യൂസൊക്കെ കിട്ടും, അല്ലെങ്കിൽ കുറച്ചുകൂടെ റീച്ചൊക്കെ കിട്ടും. പക്ഷേ ഞാനൊരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് മറ്റുള്ളവരുടെ കമൻസും, അങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ടാണ് ഫേസ് ഇപ്പോൾ ഞാൻ റിവീൽ ചെയ്യാത്തത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ ചാനലൊക്കെ നല്ല റീച്ചൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ ധൈര്യമൊക്കെ വരുമ്പോൾ ഞാനൊരു പക്ഷേ എൻ്റെ ഫേസൊക്കെ റിവീൽ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഫേസ് റിവീൽ ചെയ്യത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഫേസ് റിവീൽ ചെയ്യും. നന്നായിട്ട് വീഡിയോസൊക്കെ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടാതെ ലൈഫ് സ്റ്റൈൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലൊന്നും കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലൈഫ് സ്റ്റൈലൊന്നുമല്ല ഇപ്പോൾ. പക്ഷേ ആ ഒരു ഡ്രീം ആ ഒരു പാതയിലേക്കാണ്, ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാനുള്ള പാതയിലാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് എൻ്റെ ഓരോ ദിവസങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നത്.
പിന്നെ എന്താണ്, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലെയല്ല നമ്മുടെ ചുറ്റും നടക്കുന്നത്. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ആരും ഈ ഒരു വീഡിയോ കണ്ടില്ല എങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെങ്കിലും ഈ ഒരു വീഡിയോസൊക്കെ ആൾക്കാർ കാണുമായിരിക്കും. ചിലപ്പോൾ എന്നോട് കണക്ട് ചെയ്യുന്ന ആരെങ്കിലും മറ്റുള്ള ഒരാളുടെ ഒരു വർത്തമാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കില്ല. ഞാനായാലും ചിലപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ആരെങ്കിലും പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ഓണാക്കിയിട്ടിട്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കേൾക്കാൻ. ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഈ ഒരു ചാനൽ എപ്പോഴെങ്കിലും കണ്ട് ഇങ്ങനെ സംസാരം കേൾക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ പതുക്കെ എനിക്കറിയാം ഈ ഒരു ചാനലല്ല, ഒരുപാട് ചാനൽസ് യൂട്യൂബിലുണ്ട്. നല്ല നല്ല ചാനൽസ് ഉണ്ട്, നല്ല നല്ല കണ്ടൻസ് ഉണ്ട്. അതിൽ എൻ്റെ ഒരു കണ്ടൻറ്റ് ഒന്നും അല്ലായിരിക്കാം. കാരണം നമ്മളൊന്നും ഇഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള വീഡിയോസൊന്നും അല്ല. ജസ്റ്റ് എൻ്റെ ഒരു ടൈം പാസ്, എൻ്റെ ഒരു റിലാക്സേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ആരെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. ആർക്കെങ്കിലും പ്രയോജനമാകുമെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നുമല്ല, റോക്കറ്റ് സയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നു, അത്രയേ ഉള്ളൂ ഈ വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊന്ന് ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ തോന്നുക ഒരു പാവമല്ലേ, അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, നിങ്ങൾ കമൻറ്റ്സ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ചാനലിനെ പറ്റി ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യം മുതലുള്ള ഓരോ വീഡിയോസും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. കുറച്ച് ലാഗിങ് ഒക്കെ ഉണ്ട്, എനിക്കറിയാം. എൻ്റെ നല്ല എഡിറ്റിംഗ് ഒന്നും